കുതിരാനിലെ ഒറ്റയാൻ ശല്യം തീർക്കാൻ എളുപ്പമാവില്ലെന്ന് സൂചന. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. തൃശൂർ ജില്ലയിലെ 64 പട്ടികവർഗ ഉന്നതികളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനം അടുത്ത ഡിസംബറിൽ 15 വർഷം പൂർത്തിയാകും. പുതിയ വാഹനം അനുവദിക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ആയിട്ടില്ലെന്ന് ആക്ഷേപം. കൊടകര ആനത്തടത്ത് പ്രവർത്തിക്കുന്ന മെറ്റൽസ് ക്രഷറിൽ വൻ മോഷണം നടന്നതായി പരാതി. മോഷ്ടാക്കൾ ഓഫീസ് മുറിയിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പ്രധാന രേഖകളും അപഹരിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുതിരാനിലെ ഒറ്റയാൻ ശല്യം തീർക്കാൻ എളുപ്പമാവില്ലെന്ന് സൂചന. ആന മദപ്പാടിലായതിനാൽ മയക്കുവെടി പ്രായോഗികമാകില്ലെന്നാണ് പറയുന്നത്. അതേസമയം കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്ന് ആലോചിക്കേണ്ടതിലേക്കാണ് കുതിരാൻ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഗൗരവത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കണം. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സന്ദർഭം ചെലുത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് മന്ത്രി പറഞ്ഞത്. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മോഷിച്ചത്. അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. കാനന മധ്യത്തിലൂടെ വാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുന്നറിയിപ്പുകൾ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുന്നിൽ വരുന്നത്. ആ ബോധവൽക്കരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അപേക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പ്രദേശത്ത് ഒറ്റയാന്റെ ശല്യമുണ്ട്. കാടിറങ്ങിയ ആന ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് പതിവായിരിക്കുകയാണ്. വനം വാച്ചറെ ആക്രമിക്കുകയും വനം വകുപ്പിന്റെ സഞ്ചരിച്ചിരുന്ന ജീപ്പ് തകർക്കുകയും ചെയ്തിരുന്നു. കുതിരാൻ പഴയ പാത ഇപ്പോൾ വന്യജീവികളുടെ സഞ്ചാര പാതയായി മാറിയിട്ടുണ്ട്. തുരങ്കം വന്നതിന് ശേഷമാണ് ഈ മാറ്റം. ആനയെ കൂടാതെ പന്നി ശല്യവുമുണ്ട്. ഒറ്റയാനെ തുരത്താനായി കോടനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചിരുന്നു. എന്നാൽ മലമ്പ്രദേശമായതിനാൽ ആനയെ ഒതുക്കിക്കൊണ്ടുവരിക പ്രായോഗികമല്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ ജില്ലയിലെ 64 പട്ടികവർഗ ഉന്നതികളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനം അടുത്ത ഡിസംബർ മാസം 15 വർഷം പൂർത്തിയാകും. പകരം പുതിയ വാഹനം അനുവദിക്കാൻ ആരോഗ്യമന്ത്രിക്കും MP, MLA, DPM, DMO എന്നിവർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ആയിട്ടില്ലെന്ന് ആക്ഷേപം. അതിരപ്പിള്ളി പഞ്ചായത്തിൽ മലക്കപ്പാറ മുതൽ വിവിധ ഉന്നതികളിൽ കിടപ്പു രോഗികൾക്കും മറ്റും ഈ സേവനം വളരെ ആശ്വാസമായിരുന്നു. കൊടകര ആനത്തടത്ത് പ്രവർത്തിക്കുന്ന ശക്തി മെറ്റൽസ് ക്രഷറിൽ വൻ മോഷണം നടന്നതായി കൊടകര പോലീസിൽ പരാതി. സ്ഥാപനത്തിന്റെ ഓഫീസ് മുറിയുടെ വാതിൽ കുത്തി തുറന്ന് അകത്തുകയറിയാണ് മോഷണം നടത്തിയത്. ആളൂർ സ്വദേശിയായ അബി ദേവസിയാണ് പരാതി നൽകിയത്. പരാതിക്കാരന് പങ്കാളിത്തമുള്ള സ്ഥാപനത്തിലാണ് സംഭവം നടന്നത്. മോഷ്ടാക്കൾ ഓഫീസ് മുറിയിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളുടെ രേഖകൾ, പഞ്ചായത്ത് ലൈസൻസുകൾ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ, ഫാക്ടറി ലൈസൻസുകൾ, ഇലക്ട്രിസിറ്റി സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ പ്രധാന രേഖകളും അപഹരിച്ചതായി പറയുന്നു. കൂടാതെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് മോട്ടോറുകൾ, മെഷീൻ പാർട്സുകൾ, ടൂളുകൾ എന്നിവയും മുകളിലത്തെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന 3 ഗ്യാസ് സിലിണ്ടറുകളും മോഷ്ടിക്കപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കൊടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, കൊടകര. അഷ്ടമിച്ചിറ NSS കരയോഗം സുവർണ ജൂബിലിയും അഷ്ടമിച്ചിറ നായർ സമാജത്തിന്റെ ശതാബ്ദിയും ആഘോഷിച്ചു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. നായർ സമാജത്തിൽ അതിൻ്റെതായ പാരമ്പര്യവും സംഭാവനയുമാണ്. അഷ്ടമിച്ചിറയുടെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ
സാമൂഹ്യ സാമുദായിക പൊതുമണ്ഡലങ്ങളിൽ അത് ചുരുത്തിയിട്ടുള്ള സ്വാധീനവും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇന്നും ഈ നാടിനെ അഭിമാനിക്കത്തക്കതിൽ ഓർമ്മകളിൽ നിലനിൽക്കുന്നു. സാക്ഷ്യപത്രമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച സമാജം നേരത്തെ ഇവിടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ വനവ്യാപകനായിട്ടാണ് അത് വളർന്നത്. ഈ അഷ്ടമുത്തര പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ മേഖലയിലെ തന്നെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി മേഖലയിലാണ്. റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തിന് ഇന്നും പ്രകാശം പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമായി സ്ഥാപനത്തെ വളർത്താൻ കഴിയുന്നതാണ് സമാജത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. ഇരിഞ്ഞാലക്കുട NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, രവീന്ദ്രനാഥ കുറുപ്പ് എന്നിവർ സംസാരിച്ചു. വിവിധ കരയോഗ ഭാരവാഹികൾ സംബന്ധിച്ചു. തുടർന്ന് തിരുവാതിരക്കളി മത്സരം നടന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അതിരപ്പിള്ളിയിൽ വലയിൽ കുടുങ്ങിയ ചീങ്കണ്ണിയെ യുവാക്കൾ സാഹസികമായി രക്ഷിച്ചു. അതിരപ്പിള്ളിക്ക് സമീപം കണ്ണൻകുഴി തോട്ടിൽ ഞായറാഴ്ച രാവിലെ കുളിക്കാൻ പോയ യുവാക്കളാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ ചീങ്കണ്ണിയെ കണ്ടത്. പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് ചീങ്കണ്ണിയെ കരയ്ക്കടുപ്പിച്ച് വല മുറിച്ച് യുവാക്കൾ ചീങ്കണ്ണിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. UDF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. അഷ്ടമിച്ചിറയിൽ നടന്ന സംഗമം KPCC മുൻ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് കൊടിയൻ അധ്യക്ഷത വഹിച്ചു. സന്ദീപ് വാര്യർ, സെയ്ദ് മുഹമ്മദ്, AA അഷ്റഫ്, സോയ് കോലഞ്ചേരി, സാജൻ കൊടിയൻ, NS വിജയൻ, ശോഭന ഗോകുൽനാഥ്, KR പ്രേമ, സന്തോഷ് ആത്തപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളുമായി നിരന്തരം സംവദിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് UDFന്റെ തിരിച്ചുവരവിനാണ്, കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ്. ഈ നാടത് ആഗ്രഹിക്കുന്നു, നാടത് അർഹിക്കുന്നു. 10 വർഷക്കാലമായി, ഒരു ദശാബ്ദക്കാലമായി സമസ്ത മേഖലകളിലും കേരളത്തെ തകർത്തെറിഞ്ഞ ഒരു സർക്കാരിനെതിരായ വലിയ ജനവികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പരിപാടി കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ പരിപാടിയുടെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു 50 മീറ്റർ അപ്പുറത്ത് ഏതെങ്കിലും ഒരാൾ എൻ്റെ വാഹനത്തിന് കൈ കാണിച്ച് ഞാൻ ചില്ല് താഴ്ത്തുമ്പോൾ എന്നോട് പറയും, ഞാൻ ഈ പ്രദേശത്ത് CPMന്റെ പാർട്ടി മെമ്പറാണ്, CPIMന്റെ പാർട്ടി മെമ്പറാണ്. നിങ്ങളെ യോഗ സ്ഥലത്തേക്ക് കടന്നു വരാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ഒരുമിച്ച് നിന്ന് എങ്ങനെയെങ്കിലും ഈ പിണറായി വിജയന്റെ ഭരണത്തെ ഒന്ന് താഴെ ഇറക്കി തരണമെന്നാണ് ഓരോ നാട്ടിലെയും സഖാക്കൾ എന്നോട് പറയാം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി ജനപ്രതിനിധിയായി 25 വർഷം പൂർത്തിയാക്കിയ നസീമ നാസറിന് നെടുങ്ങാണം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. മുൻ MLA TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ കമ്മൽ കാട്ടകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിയാസ് വെളുത്തേരി, ഇരിഞ്ഞാലക്കുട മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി മുഖ്യാതിഥിയായി. VM മുഹിയുദ്ദീൻ, അയൂബ് കരൂപ്പടന, മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ AA, മിൽമ ഡയറക്ടർ TN സത്യൻ, വാർഡ് മെമ്പർമാരായ ഷംസു വെളുത്തേരി, ജാസ്മിൻ ജോയ്, മഞ്ജു ജോർജ്, VS അരുൺ രാജ്, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ, മല്ലിക ആനന്ദൻ, KN സജീവൻ, ഷഫീർ കാരുമാത്ര, അസീറ, മഹല്ല് പ്രസിഡന്റ് BA ഇസ്മായിൽ, V മോഹൻദാസ്, നടരാജൻ മുഹസിൻ, അബ്ദുൽ കരീം, ഫൈസൽ മഞ്ജന, സഗീർ, അഷറഫ് കാഞ്ഞിരത്തിങ്കൽ, സാബിറ ടീച്ചർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ടീച്ചർ, ആശാ വർക്കർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ അത്താണി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. സമരസമിതിയുടെ മുതിർന്ന പ്രവർത്തകൻ മൂസ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് EK സോമൻ, അബ്ദുൾ സലാം അത്താണി, അജേഷ് തൈത്തറ, അബ്ദുൾ മജീദ്, സത്യൻ അത്താണി, സിറാജ് അത്താണി, സജി ജോസഫ്, രാജീവ് കൂനേഴത്ത്, അഷ്റഫ് കൊട്ടിക്കൽ, KV വിനോദ്, OM ശ്രീജ, TR രാധിക, ഷമീർ അത്താണി, ശ്രീനന്ദ എന്നിവർ സംസാരിച്ചു. കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, എക്സ്റേ സംവിധാനം ഉടൻ സ്ഥാപിക്കുക, ലാബ് സൗകര്യങ്ങൾ എല്ലാവർക്കും സൗജന്യമാക്കുക, രാത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കുക, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ഏകദിന നിരാഹാരം. പ്രമുഖ ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ രമേശ് മേത്തല, യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നന്ദഗോപൻ വെള്ളത്താടി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സാമൂഹ്യ വിമർശനം സാഹിത്യത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് പാവങ്ങൾ എന്ന നോവലിലാണെന്ന് കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായൺ അഭിപ്രായപ്പെട്ടു. കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ പാവങ്ങൾ മലയാള വിമർത്തനത്തിന്റെ 100ാം വാർഷിക പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടി പനമ്പിള്ളി കോളേജ് മലയാളം വിഭാഗത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഷിജു K അധ്യക്ഷത വഹിച്ചു. തുമ്പൂർ ലോഹിതാക്ഷൻ രചിച്ച കുട്ടികൾക്കു വേണ്ടിയുള്ള പാവങ്ങൾ പുനരാഖ്യാനം ഡോക്ടർ സുലോചന നാലപ്പാട്ട് കുമാരി ആർച്ച നിഷാദിന് നൽകി പ്രകാശനം ചെയ്തു. നാലപ്പാട്ട് കുടുംബത്തിലും കൽക്കത്തയിലുമുള്ള തന്റെ ജീവിതാനുഭവങ്ങൾ ഡോക്ടർ സുലോചന പങ്കുവച്ചു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ സുലോചന നാലപ്പാട്ടിനെ ആദരിച്ചു. ഋഷികേശൻ PB, ലക്ഷ്മി NB, തുമ്പൂർ ലോഹിതാക്ഷൻ, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, അനീഷ് ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ മാള, പൊയ്യ, പുത്തഞ്ചിറ പഞ്ചായത്തുകളിൽ നിന്ന് 100ഓളം കുടുംബങ്ങൾ INL-ൽ ചേർന്നു. മാള ടൗണിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുതിയതായി പാർട്ടിയിലേക്ക് വന്നവർക്ക് സ്വീകരണം നൽകി. INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് LDF-ൽ ഘടകകക്ഷിയായി INL അംഗീകരിക്കപ്പെട്ടത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിലാണ് INL മത്സരിച്ചത്. കാസർഗോഡ് സീറ്റിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ് സാഹിബ് മത്സരിച്ചത്. നല്ല വോട്ടുകൾ നേടിയെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചത്. നേരത്തെ UDF-ൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ആ സീറ്റിൽ എനിക്ക് ജയിച്ചു വരാൻ സാധിച്ചു. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ INL സ്ഥാനാർത്ഥി പരാജയപ്പെടുകയുണ്ടായി. എന്നാൽ ഒരു MLA മാത്രമാണ് ജയിച്ചു വന്നതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നീണ്ട 25 വർഷക്കാലം ഒരു മുന്നണിയുമില്ലാതെ ഇടതുപക്ഷത്തെ സഹായിച്ച പാർട്ടി എന്ന പരിഗണന നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി മന്ത്രിമാർക്കൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഒരു MLA മാത്രമുള്ള INL-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സൗകര്യം നൽകി എന്നത് നന്ദിയോടുകൂടി തന്നെ സ്മരിക്കപ്പെടേണ്ടതാണ്. തുടർന്ന് പാർട്ടി മെമ്പറായ മുഹമ്മദ് റാഫിയെ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി സാലി സജീർ മാങ്കപ്പാടൻ, MP മുഹമ്മദ് റാഫി, LDF കൺവീനർ വസന്തകുമാർ, CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ബിജു സുൽത്താൻ എന്നിവർ സംസാരിച്ചു. മാള വടമ കരിന്തലക്കൂട്ടം 30ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊലിയാട്ടം എന്ന പേരിൽ ഫോക്ലോർ പുരസ്കാര സമർപ്പണവും കലാകാരന്മാരെ ആദരിക്കലും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ദിലീപ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. രമേശ് കരിന്തലക്കൂട്ടം, OS ഉണ്ണികൃഷ്ണൻ, M പ്രദീപ് കുമാർ, ജാതവേദൻ നമ്പൂതിരി, K സതീഷ് കുമാർ, വിവിധ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ബന്ധുമിത്രാദികളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടാളികളും എൻ്റെ നാട്ടുകാർ അടങ്ങുന്ന ഈ കടപ്ലാവിൽ ചുവട്ടിൽ നിന്നതാണ്, അല്ലെങ്കിൽ ഈ മേക്കാട്ടുമറയുടെ തൊട്ടരികിൽ നിന്നാണ് കൂട്ടമുണ്ടായത്.
അറിയാം. പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു ജനകീയ സംസ്കാരമാണ് നിങ്ങൾ കൊട്ടിപ്പാടുന്നത്. പാടുന്ന പാട്ടുകളായാലും കുട്ടികളായാലും ആട്ടങ്ങളായാലും ഈ പാട്ടുകളൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല, ഈ കൊട്ടുകളും ഞങ്ങളുടെ സ്വന്തമല്ല, ഈ പാട്ടുകളും ഞങ്ങളുടെ സ്വന്തമല്ല. ആരോ എന്നോ പാടിയ പാട്ടുകളാണ്, ആരോ എന്നോ കൊട്ടിയ കൊട്ടുകളാണ്, ആരോ എന്നോ ആടിയ ആട്ടങ്ങളാണ്. അവ കണ്ടും കേട്ടും ചെയ്തു പിടിച്ച കറുപ്പ് കരുത്തുന്നതിന് കരുത്തിൻ്റെ പാട്ടുകൂട്ടങ്ങളാണെന്ന് കേരളത്തിലെ ഓരോ നാടൻ പാട്ട് സംഘങ്ങളും കരിന്തല. ശബരിമല കൊള്ളയ്ക്കെതിരെ കൊടുങ്ങല്ലൂരിൽ ഹിന്ദു ഐക്യവേദി നാമജപയാത്രയും അയ്യപ്പ ഭക്തജന സംഗമവും സംഘടിപ്പിച്ചു. തെക്കേ നടയിലെ കുരുമ്പാമ നടയിൽ നിന്നും ആരംഭിച്ച നാമജപയാത്ര ചന്തപ്പുരയിലെത്തി പോലീസ് മൈതാനിയിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ജ്യോതി ബാസ് തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ദാസ് മുളങ്ങിൽ, PV മുരളീധരൻ, സ്വാമി രാമാനന്ദനാഥ ചൈതന്യ, വിശ്വംഭരൻ കാനാടി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന യുവജന KCYM സംസ്ഥാന സമിതി നേതൃത്വം നൽകുന്ന തിരയും തീരവും ത്രിദിന തീരദേശ യുവജന ക്യാമ്പിന് കോട്ടപ്പുറം രൂപതയുടെ ആഭിമുഖ്യത്തിൽ തുടക്കമായി. MP ബെന്നി ബെഹന്നാൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള ക്യാമ്പിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. കോട്ടപ്പുറം രൂപത ഡയറക്ടർ ഫാദർ നീൽ ചടയമുറി, രൂപത പ്രസിഡന്റ് ജെൻസൺ ആൽബി, ജെൻസൺ ജോയ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുതിരാനിലെ ഒറ്റയാൻ ശല്യം തീർക്കാൻ എളുപ്പമാവില്ലെന്ന് സൂചന. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തൃശൂർ ജില്ലയിലെ 64 പട്ടികവർഗ ഉന്നതികളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനം അടുത്ത ഡിസംബറിൽ 15 വർഷം പൂർത്തിയാകും. പുതിയ വാഹനം അനുവദിക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ആയിട്ടില്ലെന്ന് ആക്ഷേപം. കൊടകര ആനത്തടത്ത് പ്രവർത്തിക്കുന്ന മെറ്റൽസ് ക്രഷറിൽ വൻ മോഷണം നടന്നതായി പരാതി. മോഷ്ടാക്കൾ ഓഫീസ് മുറിയിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പ്രധാന രേഖകളും അപഹരിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.